ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മാർത്തോമാ സഭ വയനാട്ടിൽ കഴിഞ്ഞ നാളുകളിൽ വിശേഷിച്ച് ചൂരൽമല, മുണ്ടക്കൈ ദേശങ്ങളുണ്ടായ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ പല രീതിയിൽ സഹായിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് സഭയുടെ മൗലികമായ ഉത്തരവാദിത്വം ആണ്. എന്നാൽ സഭ ലോകത്തിന് വേണ്ടിയാണ്. ലോകത്തിൻ്റെ വേദനകൾ, ദുഃഖങ്ങൾ ഗൗരവമായി കാണുകയും അതിന് തക്കതായ പ്രതിവിധികൾ നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് സഭയുടെ ഉണ്മയുടെ ഭാഗമാണ്. അത്തരത്തിൽ ഇപ്പോൾ ഭവനം നഷ്ടപ്പെട്ട ആളുകൾക്ക്, വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി 8 വീടുകൾ ഇപ്പോൾ നിർമ്മിച്ച് ഭാഗികമായി 4 പൂർത്തീകരിച്ച് അതിൻ്റെ കൂദാശ കർമ്മം സഭയുടെ മെത്രാപ്പൊലീത്ത അഭിവന്യ തിയോഡോഷ്യസ് തിരുമേനി, ഭദ്രാസന അധ്യക്ഷൻ മക്കാറിയോസ് തിരുമേനിയും പൊതുസമൂഹവും ചേർന്ന് സമർപ്പിക്കുകയാണ്. ഈ അടുത്ത നാളുകളിൽ വയനാടിൽ തുടരെ ഉണ്ടാകുന്ന വലിയ പ്രകൃതി ദുരന്തങ്ങൾ മറ്റു ചില പാഠങ്ങൾ കൂടി ഈ സമർപ്പണത്തിൻ്റെ സമയത്ത് വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ വരുന്നു. അത് ഈ പ്രകൃതിയെ നമ്മൾ കൂടുതൽ അടുത്തറിയുകയും അതിനെ സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് മൗലികമായ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്, വിശേഷിച്ച് സഭയ്ക്കുണ്ട്. ഇപ്രകാരം പറയാറുണ്ട്, ഓൾ എക്കോളജിക്കൽ പ്രോബ്ലംസ് ആർ സ്പിരിച്വൽ പ്രോബ്ലം. പ്രകൃതിയിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളും അതിന് ഒരു ആത്മീയ വശമുണ്ട്. അതുകൊണ്ട് ഈ സമർപ്പണം നമുക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഭവനം നൽകുന്ന ഒരു സമർപ്പണത്തിൻ്റെ ശുശ്രൂഷയും, ഒപ്പം ഈ പ്രകൃതിയെ സ്നേഹിച്ച് സംരക്ഷിച്ച് വൻ വിനകളിൽ നിന്ന് ഈ പ്രകൃതിയെ പരിരക്ഷിക്കാനുള്ള ആത്മീയവും ഭൗതികവുമായ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു സമർപ്പണം കൂടിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഭവനങ്ങൾ മാത്രമല്ല, ഈ നാളുകളിലെല്ലാം ചുങ്കത്തറ മാർത്തോമാ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് ടീമായി വരികയും കൃത്യമായ ഒരു സമയത്ത് മെഡിക്കൽ ക്യാമ്പുകളും രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള പരിചരണവും നൽകുന്നു എന്നറിയുന്നതും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒപ്പം ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്റർ അധികം താമസിക്കാതെ വയനാട്ടിൽ ആരംഭിക്കും എന്നുള്ളത് സഭയിൽ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ഈ കൂടിവരവ് പലവിധ സമർപ്പണത്തിൻ്റെയും പ്രതിജ്ഞയുടെയും സമയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ദൈവനാമം മഹത്വപ്പെടുന്നതിനും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് കൃത്യമായി നിർവഹിക്കുന്നതിനും എല്ലാവർക്കും വിശേഷാൽ സഭയിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.